നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടുകൾ സിപിഐഎമ്മിന് നഷ്ടമാകുമെന്ന് മുൻ എംഎൽഎ പി.വി. അൻവർ. പിണറായിസമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചയെന്നും പി.വി. അൻവർ 24-നോട് പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ പി.വി. അൻവറിനെ ഒപ്പം നിർത്തിയാകും UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രഖ്യാപനം വരുന്നതിന് മുൻപേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയുകയാണ്. LDFനും UDFനും എന്നതുപോലെ പി.വി. അൻവറിനും നിർണായകമാണ് തിരഞ്ഞെടുപ്പ് ഫലം. പിണറായിസമാണ് നിലമ്പൂരിൽ ചർച്ചയെന്ന് പറഞ്ഞ അൻവർ അതിന് കഴിയുന്ന സ്ഥാനാർത്ഥിയായിരിക്കണം UDF നിർത്തേണ്ടതെന്ന് 24-നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ പറയുന്ന പിണറായിസത്തിനെതിരെ ഉണ്ടാവണം. അതിന് ഉതകുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ XOR Y ഇനിയിപ്പോൾ തേർഡ് നോ ഇഷ്യൂസ്, പക്ഷേ അത് ഉതകുന്നതായിരിക്കണം നിലമ്പൂരിലേക്ക്, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടി വോട്ടുകൾ പോലും UDFിലെത്തും. CPIഎമ്മിന് മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ UDF മുന്നണി പ്രവേശനം തിരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അൻവർ. അതേസമയം പി.വി. അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ച സമയമാകുമ്പോൾ നടക്കുമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അൻവർ UDFന് പിന്തുണ നൽകിയ ആളാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകുന്നു. ഇന്നലെ നിലമ്പൂരിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ മണ്ഡലം കൺവെൻഷനിൽ പി.വി. അൻവർ പങ്കെടുത്തിരുന്നു. 24 മലപ്പുറം.